ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകളിൽ നീ ജീവിക്കേണ്ടതില്ല. ഇന്നത്തെ ഈ ഒരു നിമിഷത്തിലാണ് നിന്റെ ജീവിതം നിലനിൽക്കുന്നത്. നിനക്ക് ഭാവിയെ നിർണയിക്കുവാനോ നിർമ്മിക്കുവാനോ സാധിക്കില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം. ഇന്ന് നീ എടുക്കുന്ന നിർണയങ്ങളുടെയും കർമ്മങ്ങളുടെയും പരിണാമഫലമാണ് ഭാവി എന്നത്. ഇന്ന് നീ സ്വീകരിച്ച നിർണയങ്ങളിലും ചെയ്ത കർമ്മങ്ങളിലും സത്യവും ധർമ്മവും നന്മയും ഉണ്ടെങ്കിൽ ഭാവിയിൽ ഉറപ്പായും നിനക്ക് സന്തോഷവും സുഖവും വന്നു ചേരും. ആരെയും നിർബന്ധിച്ച് നീ കൂടെ കൂട്ടേണ്ടതില്ല. നിനക്കുള്ളതാണെങ്കിൽ നീ നിർബന്ധിച്ചാലും ആരും നിന്നെ വിട്ടുപോവില്ല. നിന്റെ സങ്കടകരമായ സാഹചര്യങ്ങൾക്കപ്പുറം നീ നിർണയിച്ചിട്ടില്ലാത്ത സന്തോഷത്തിന്റെ തീരം വന്ന് ചേരുക തന്നെ ചെയ്യും. നന്മയോടെ നിൽക്കുന്ന നിനക്ക് സംഭവിക്കുന്നതെല്ലാം നല്ല തീരുമാനങ്ങളാണ്. അതിൽ പിഴവ് സംഭവിക്കില്ല. കാത്തിരിക്കുക. അവഗണന ഏറ്റുവാങ്ങിയിട്ടും സ്നേഹത്തിന്റെ അമിതമായ ആസക്തിയിൽ സ്വന്തം ആത്മാഭിമാനം നശിപ്പിച്ചുകൊണ്ട് യാചനയോടെ നീ അയാൾക്ക് പിന്നാലെ പോയിട്ടുണ്ടാകും. അപ്പോഴൊക്കെയും നീ ചെയ്തു കൊടുത്ത നന്മകളൊക്കെയും മറന്ന് അയാൾ നിന്നെ പരിഹസിക്കുകയും പുച്ഛിച്ചുകൊണ്ട് കൂടുതലായി അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടാകും. നിന്റെ ആ മാനസിക അവസ്ഥയും ഹൃദയവേദനയും എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. എന്നാൽ മനസ്സിനെ അല്പം ശാന്തമാക്കിക്കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നീ എത്തപ്പെടാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കിയാൽ അവസാനിക്കുന്ന പ്രതിസന്ധി മാത്രമായിരിക്കും. ആത്മാർത്ഥമായി കൂടെ നിന്നിട്ടും നിനക്ക് മുമ്പിൽ മറ സൃഷ്ടിച്ചുകൊണ്ട് അയാൾ ചെയ്ത ദുഷ്പ്രവൃത്തികളെ നീ ചോദ്യം ചെയ്തത് മുതലായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ എത്തപ്പെട്ടത്. നീ കൊടുത്ത സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതല്ലാതെ ഒരിക്കലും അയാൾക്ക് നിന്നോട് അതേ മനസ്ഥിതി ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് മുമ്പിൽ മറ തീർത്തുകൊണ്ട് മറ്റു പ്രവൃത്തികളിൽ അയാൾ ഏർപ്പെട്ടത്. അർഹതയില്ലാത്തയിടത്ത് അമിതമായി നീ നൽകിയ സ്നേഹത്തിനും പരിഗണനയ്ക്കും പകരമായി ലഭിച്ച ശിക്ഷയായി മാത്രം ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ടാൽ മതി. ശരീരത്തിനേൽക്കുന്ന മുറിവ് ഔഷധം കൊണ്ട് ഉണക്കാൻ സാധിക്കും. മനസ്സിനേൽക്കുന്ന മുറിവ് ഉണങ്ങാൻ കുറച്ച് കാലതാമസം വരും. മനസ്സിനെ സ്വതന്ത്രമായി വിടുക. നിന്നിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ സാഹചര്യങ്ങൾ ഉറപ്പായും വന്നെത്തും. എന്നാൽ നിനക്ക് വേദനകൾ സമ്മാനിച്ച വ്യക്തി മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. ഈ ലോകത്ത് നിന്നെപ്പോലെ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും മറ്റാർക്കും സാധിക്കില്ല എന്ന സത്യം. ആ യാഥാർത്ഥ്യം നിന്നെ അവഗണിച്ചുകൊണ്ട് അയാൾ ചേർത്ത ബന്ധങ്ങളിൽ നിന്ന് താമസിയാതെ തന്നെ തിരിച്ചറിയും. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത നിന്നെ വഞ്ചിക്കുവാനും അവഗണിക്കുവാനും കണ്ടെത്തിയ കാരണങ്ങളിൽ നിന്ന് ഒരു നാൾ അയാളും വഞ്ചിക്കപ്പെടും. അന്ന് നീ അനുഭവിച്ച എല്ലാ വേദനകളുടെയും രുചി അയാളും അറിയും. നിന്നെ ചതിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തത് ആരാണെന്നും ഇപ്പോൾ നിനക്കൊപ്പം ചിരിച്ചുകൊണ്ട് തള്ളിയിടാൻ ശ്രമിക്കുന്നത് ആരാണെന്നും എനിക്കറിയാം. നന്മയോടെ നിന്നിട്ടും നിന്റെ കണ്ണീരിന് കാരണക്കാരായവരെ ഞാൻ കാണാത്തതല്ല. നിന്റെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണീരും നീ വിഷമിച്ച നിമിഷങ്ങളും എന്റെ കണക്കിലുണ്ട്. നീ വിഷമിക്കാതെ ധൈര്യമായിരിക്കുക. നിന്നോട് അനീതി പ്രവർത്തിച്ചവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അവർക്ക് ഞാനൊരു സമയം കൊടുത്തിട്ടുണ്ട്. അതുവരെയും വിജയിച്ച സന്തോഷത്തിൽ അവർ കഴിയട്ടെ. ആ സമയം കഴിയുന്നത് മുതൽ നിനക്ക് വേണ്ടി ഞാനൊരു തുടക്കമിടും. അന്നു മുതൽ നീ അനുഭവിച്ച അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് സമാധാനമില്ലാതെ അവർ അലയുന്നത് നീ കാണും. നിന്റെ കണ്ണീരിന് മറുപടി കൊടുക്കുന്ന നാളുകൾക്ക് അധിക ദൂരമില്ല. നീ ഭയപ്പെടേണ്ട. നിനക്ക് മുമ്പിൽ ഞാനൊരു വഴിയൊരുക്കിയിട്ടുണ്ട്. നിനക്കൊപ്പം ഞാനുണ്ടെന്ന സത്യം അവരറിയും. ഇല്ലെങ്കിൽ അവരെ ഞാനതറിയിക്കും. നിന്റെ ജീവിതത്തിൽ കൂടുതലും ദുരിതങ്ങളാണ് വന്നു ചേരുന്നതെന്ന് കരുതിയെങ്കിൽ നീ വിഷമിക്കേണ്ട. ഞാൻ നിനക്കൊപ്പം തന്നെയുണ്ട്. ധർമ്മത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പലവിധ തടസ്സങ്ങളും വന്നു ചേരുന്നത് സ്വാഭാവികമാണ്. അവിടെ വീണു പോകാതെ നിന്നെ താങ്ങി നിർത്താൻ ഞാനുണ്ട്. നീ കരഞ്ഞാൽ നിന്റെ കണ്ണീരൊപ്പാനും ഞാനുണ്ട്. എന്തിനേയും മറികടക്കാനുള്ള ബലഹീനമല്ലാത്ത മനസ്സ് നിനക്കുള്ളതുകൊണ്ടാണ് പ്രതിസന്ധികൾ പല രൂപത്തിൽ നിന്നിലേക്ക് എത്തുന്നത്. നിന്റെ ഉള്ളിലുള്ള ഭയത്തിനെ എന്നിൽ അർപ്പിക്കുക. നീ ഒറ്റയ്ക്കാണെന്ന ചിന്ത വിട്ടുകളയുക. നിന്നെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിനക്കുള്ളിൽ തന്നെ ഞാനുണ്ട്. വിശ്വാസം കൈവിടാതിരിക്കുക. നിന്റെ ഓരോ ചുവടുവയ്പിലും ഞാൻ കൂടെയുണ്ട്.
നീ എന്താ പറഞ്ഞത്? നിനക്കിപ്പോൾ കഷ്ടകാലമാണെന്നോ? എങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കാതെ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. കാരണം നിന്റെ ജീവിതത്തിന് പരിവർത്തനം സംഭവിക്കുമ്പോഴാണ് നീ പറഞ്ഞ കഷ്ടകാലം വന്നു കയറുന്നത്. യഥാർത്ഥത്തിൽ കഷ്ടകാലമെന്നോ നല്ല കാലമെന്നോ ഉണ്ടോ? ഒരിക്കലുമില്ല. മാനസികവും ശാരീരികവുമായ ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്നതിലൂടെ നിനക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണ് കഷ്ടകാലം. കാലത്തിന് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നിന്റെ ഏതൊരു നല്ല സമയത്തിനും മുന്നിലും പിന്നിലുമായി നീ പറയുന്ന കഷ്ടകാലം എന്ന മോശം സമയവും ഉണ്ടാകും. നല്ല കാലങ്ങളിൽ നീ ചെയ്ത കർമ്മങ്ങൾക്കനുസൃതമായി മോശം സമയത്തിന്റെ കാഠിന്യത്തിലും മാറ്റമുണ്ടാകാം. ധാർമ്മികമായ കർമ്മങ്ങളിലൂടെയാണ് നീ നിലനിന്നതെങ്കിൽ നല്ല സമയത്ത് നിനക്കൊപ്പമുണ്ടെന്ന് കരുതിയ ചില വ്യക്തികളെ മോശം സമയത്ത് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ നിന്റെ കർമ്മങ്ങൾ അധാർമികമാണെങ്കിൽ മോശം സമയത്ത് തിരിച്ചറിവ് മാത്രമല്ല, നിന്നെ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടും. ധാർമ്മികമായ കർമ്മങ്ങളുമായി നിന്നിട്ടുണ്ടെങ്കിൽ കഷ്ടകാല സമയത്ത് നിന്റെ കഴിവുകളെ കൂടുതൽ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ കഴിയും. അവിടെ നീ പ്രതീക്ഷിക്കാത്തവരായിരിക്കും നിന്റെ സഹായികളായി വന്നെത്തുന്നത്. അതുതന്നെയാണ് നിനക്കുണ്ടാകുന്ന പരിവർത്തനം. എന്നാൽ ആ പരിവർത്തനത്തിൽ മുന്നേറ്റമുണ്ടാകുമ്പോൾ കഷ്ടകാലത്ത് നിന്നെ വിട്ടുനിന്നവർ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്ന് അകലം പാലിക്കാതെ കൂടെ ചേർത്ത് മുന്നോട്ട് നീങ്ങിയാൽ അതുവരെ നിന്നെ മുന്നോട്ട് നയിച്ചവർ നിന്നെ വിട്ടുപോകുകയോ അല്ലെങ്കിൽ നീ അവരെ ഒഴിവാക്കുകയോ ചെയ്യും. അന്നു മുതൽ നീ വീണ്ടും കഷ്ടകാലമെന്ന മോശം സമയത്തിലേക്ക് കടക്കും. നിന്റെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് നീ തന്നെയാണ്. അതിനാൽ നിനക്കൊപ്പമുള്ള ബന്ധങ്ങളെ പൂർണ്ണമായി വിലയിരുത്തിയതിനു ശേഷം മുന്നോട്ടു പോകുക. കാഴ്ചയിൽ ആകൃഷ്ടമാകാതെ നിനക്കൊപ്പം നിൽക്കുന്നവരുടെ പ്രവൃത്തികളുടെ ധാർമ്മികതയെ വിലയിരുത്തി കൂടെ ചേർത്ത് മുന്നേറിയാൽ കഷ്ടകാലവും നിനക്ക് നല്ല കാലമായി മാറും. വഞ്ചിക്കപ്പെട്ട നീ വഞ്ചിച്ചയാളെ ഓർത്ത് വിഷമിക്കുകയും അയാൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട് നീ സങ്കടപ്പെടുകയും ഒരിക്കൽ കൂടി അയാളെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ നീ നിന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ട് അയാളെ കൂടുതലായി സന്തോഷിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. സ്നേഹവഞ്ചനയിൽ പ്രതികാരത്തിന്റെ ആവശ്യമില്ല. ആ സ്നേഹത്തിന്റെ നഷ്ടം തന്നെയാണ് ഏറ്റവും വലിയ പ്രതികാരം. എന്നാൽ ആ നഷ്ടം അനുഭവിക്കേണ്ടത് സത്യസന്ധതയോടെ കൂടെ നിന്നിട്ടും വഞ്ചിക്കപ്പെട്ട നീയല്ല. നിന്നെ വഞ്ചനയുടെ കയ്പ് നീര് കുടിപ്പിച്ച ആള് തന്നെയാണ് അനുഭവിക്കേണ്ടത്. അതിനായി നിന്നെ സന്തോഷിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. നിന്റെ സന്തോഷമാണ് നിന്നെ വഞ്ചിച്ചവരുടെ ഏറ്റവും വലിയ സങ്കടം. അതിനാൽ അവർ നിർത്തിയിടത്ത് നിന്ന് ചലിക്കാതെ അവരിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് നിൽക്കുന്നത് നിർത്തുക. എവിടെയാണോ അവർ നിർത്തിയത് അവിടെ നിന്ന് നീ തുടങ്ങുക. അന്നു മുതൽ ഒരുപാട് സത്യങ്ങൾ നീ തിരിച്ചറിഞ്ഞു തുടങ്ങും. അതിലേറ്റവും ആദ്യം നീ മനസ്സിലാക്കുന്നത് അതുവരെയും വഞ്ചിച്ച ആളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് നഷ്ടപ്പെടുത്തിയ സമയത്തിനെ ആയിരിക്കും. അതിനുശേഷം മുതൽ നീ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് വിശ്വാസവഞ്ചന നടത്തിയ ആൾ നിനക്ക് മുമ്പിൽ കാണിച്ച സന്തോഷങ്ങളൊക്കെയും വെറും നാട്യം മാത്രമായിരുന്നു എന്നത്. കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് ആകർഷകമായ മറ്റു വസ്തുക്കളിൽ പെട്ടുപോകുന്ന ആരും തന്നെ യഥാർത്ഥ സ്നേഹത്തിന്റെ സന്തോഷവും സുഖവും അനുഭവിക്കില്ല. അതിനാൽ വഞ്ചിച്ചവരെ സന്തോഷിപ്പിക്കുന്ന നിന്റെ സങ്കടങ്ങളെ അവസാനിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തുന്ന നിന്റെ സന്തോഷങ്ങളെ ചേർത്ത് നിർത്തുക. നിന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ വേദന എന്തെന്ന് ഉറപ്പായും അവർക്ക് അനുഭവമാകുക തന്നെ ചെയ്യും. നിനക്കൊപ്പം നിന്ന എന്നെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. നിന്റെ എതിർവശത്ത് നിൽക്കുന്ന എന്നെ നീ കണ്ടിട്ടില്ല. അത്യാഗ്രഹം കൊണ്ട് നീ ചെയ്ത അധർമ്മങ്ങൾ എന്നെ നിന്റെ എതിരാളിയാക്കിയതും നീ അറിഞ്ഞില്ല. ദുരിതങ്ങൾ അനുഭവിപ്പിച്ചവർക്ക് മുമ്പിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്തി എല്ലാ നന്മകളും നിന്നിലേക്ക് എത്തിച്ച എന്റെ ധർമ്മസൃഷ്ടിയെയും നീ വിസ്മരിച്ചു. സ്വയം ചെയ്ത അധർമ്മങ്ങളെ മറയ്ക്കുവാനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനും കൂടെ നിന്ന ധർമ്മത്തിന് തന്നെ സമൂഹത്തിന് മുമ്പിൽ നീ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് കാണിച്ചു. നിന്റെ നന്മ നിറഞ്ഞ തെറ്റിനെ ഞാൻ മറക്കും. എന്നാൽ തിന്മകളിലൂടെ പടുത്തുയർത്തിയ നിന്റെ അധർമ്മങ്ങളെ ഞാൻ വെറുതെ വിടില്ല. വിശ്വസിച്ചിടത്ത് നീ ചെയ്ത അനീതികളുടെ വേദന വിശ്വസിച്ചവരിൽ നിന്ന് നീയും അനുഭവിക്കുമ്പോൾ മാത്രമേ നിന്റെ അധർമ്മങ്ങൾ ഓർക്കുവാൻ കഴിയൂ. അതുവരെയും നിനക്കുള്ളിൽ തന്നെ നിലകൊള്ളുന്ന പരമാത്മാവായ ഞാൻ ഓരോ നിമിഷവും നിന്റെ അധർമ്മങ്ങളെ ഓരോ ഓർമ്മപ്പെടുത്തലുകളായി നിന്നിലേക്ക് തന്നെ ഞാൻ എത്തിക്കും. നീ അവഗണിച്ചുകൊണ്ട് കുറ്റവാളിയാക്കിയ അതേ ധർമ്മം തന്നെ നിനക്ക് കാവലായി എത്തുന്നതുവരെയും ആ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കും. നീ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ വ്യക്തിഗത സംഘർഷങ്ങൾക്കെതിരെ പോരാടുകയും
ആ സ്നേഹത്തിന്റെ പിന്തുണയോടെ നീ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം അയാളുടെ മുന്നേറ്റത്തിനായി നീ കഷ്ടപ്പെട്ടതിന്റെ ഫലമായി അതിനൊരു അർത്ഥവും കണ്ടെത്തിക്കാണും. എന്നാൽ നിലനിൽപ്പ് ഭേദമായപ്പോൾ ആ സ്നേഹത്തിന് മാനസിക വ്യതിയാനം സംഭവിച്ച് അതുവരെയും സ്വന്തം ജീവനും മാനാഭിമാനങ്ങളും നോക്കാതെ എന്തിനും കൂടെ നിന്ന നിന്നെ അയാൾ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിലൂടെ വൈകാരികമായി നീ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെയും തന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടു. നിന്നെ പുച്ഛിച്ചുകൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കുകയും അത് നിന്നെ മാനസികവും ശാരീരികവുമായ തകർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അവിടം കൊണ്ട് നിന്റെ കഥ അവസാനിച്ചെന്ന് പോലും നീ കരുതിയിട്ടുണ്ടാകും. എന്നാൽ അവസാനിക്കുന്നത് നിന്റെ കഥയല്ലെന്ന് മാത്രം. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെയും നിന്റെ അറിവിലുള്ളതാണ്. എന്നാൽ നീ അറിയാത്തതും കേൾക്കാത്തതുമായ മറ്റൊരു വശം കൂടി നിന്റെ കഥയിലുണ്ടായിരുന്നു. ആ ഭാഗമാണ് ഇനി അങ്ങോട്ടുള്ളത്. അവിടെ നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവിടെ എനിക്കാണ് ജോലി ഭാരമുള്ളത്. നിന്റെ സ്നേഹവും വിശ്വാസവും ചൂഷണം ചെയ്ത വ്യക്തിയെ എവിടെ നിന്നാണോ നീ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ തിരികെ എത്തിക്കുകയാണ് എന്റെ ജോലി. അയാൾ നിന്നിലൂടെ കയറിയ ചവിട്ടുപടികളിലൂടെ തിരിച്ചിറങ്ങുന്നത് നീ അറിയും. കൂടാതെ അയാൾ നിന്നെ അവഗണിക്കാൻ കണ്ടെത്തിയ കാരണങ്ങളിലൂടെ അയാളും അവഗണിക്കപ്പെടും. അനുഭവിക്കുന്ന ഓരോ അവഗണനയിലും ആ വ്യക്തി നിന്നോട് ചെയ്ത അധർമ്മങ്ങളെ ഓർത്തെടുക്കുകയും ചെയ്യും. ദുർഘടമായ ചില പ്രതിസന്ധികളിൽ പെട്ടുലയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെയും അയാൾ ഓർത്തെടുക്കും. പാതി വഴിയിൽ നിന്നെ ഉപേക്ഷിച്ച് കടന്നുപോയ വഴികളിലെങ്ങും തന്നെ നിന്നെപ്പോലെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന ഒരാളെ അയാൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നീ ആയിരുന്നു അയാളുടെ ജീവനാഡിയെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന അന്നു മുതൽ നിന്നോട് ചെയ്ത എല്ലാ അപരാധങ്ങളെയും ഓർത്ത് സ്വയം ശപിച്ചു തുടങ്ങും. അതിനാൽ ഇന്നു മുതൽ നീ ചെയ്യേണ്ടത് എല്ലാ വിഷമങ്ങളെയും മാറ്റിവെച്ച് സ്വന്തം മുന്നേറ്റത്തിനായി പ്രവർത്തിച്ചു തുടങ്ങുക. കഷ്ടപ്പാടുകൾ സഹിച്ച് മറ്റൊരാളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ നിനക്ക് സ്വന്തം ഉയർച്ചയ്ക്കായി അത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കുക. ധൈര്യമായി മുന്നോട്ടു പോവുക. നന്മയോടെ നിന്ന് നിന്നെ തരം താഴ്ത്തിയവർക്ക് മുമ്പിൽ ഞാൻ ഉയർത്തിക്കാട്ടും. ഇന്ന് നിന്നെ അവഗണിച്ചവർ അന്ന് നിന്റെ പരിഗണനയ്ക്കായി കാത്തു നിൽക്കും. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് എന്നെപ്പോലെ നിന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരാളുണ്ടാവില്ല. ധാർമ്മികമായ കർമ്മങ്ങളുമായി നീ നിന്നിട്ടും നിന്നോട് അധർമ്മം പ്രവർത്തിച്ചവർ സന്തോഷത്തോടെ കഴിയുകയും നിനക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യുമ്പോൾ നീ എന്നോട് വിഷമത്തോടെ വിമർശന ചോദ്യമുയർത്തും. ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? അധാർമിക പ്രവൃത്തികൾ ചെയ്തവരുടെ മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. അവർക്ക് സ്വസ്ഥതയും ലഭിക്കില്ല. മനസ്സിൽ എപ്പോഴും പുതിയ പുതിയ സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ ധാർമ്മികമായി നിലനിന്നവർക്ക് മുമ്പിൽ മറയ്ക്കുവാൻ വേണ്ടി കാട്ടുന്ന നാട്യമാണ് അവരുടെ സന്തോഷ പ്രകടനങ്ങൾ. അവർ നിനക്ക് മുമ്പിൽ എത്രയൊക്കെ സന്തോഷ പ്രകടനങ്ങൾ നടത്തിയാലും അധർമ്മം പ്രവർത്തിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഭാവിയിലെ വലിയ വേദനകളെയും അവരുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. നിന്റെ ധാർമ്മികമായ കർമ്മങ്ങളിലൂടെ ദുഃഖങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ഭാവിയിലെ സൗഖ്യത്തിനുള്ള മാർഗമെന്നല്ല. നിന്റെ ആ കർമ്മം തന്നെയാണ് ഏറ്റവും വലിയ സൗഖ്യം. അതിനാൽ അധർമ്മികളുടെ സന്തോഷത്തിൽ നീ വിഷമിക്കേണ്ട. എത്രയൊക്കെ വളർച്ച പ്രാപിച്ചാലും ഒരു നാൾ ധർമ്മത്തിന്റെ കാൽച്ചുവട്ടിലായിരിക്കും അധർമ്മത്തിന്റെ സ്ഥാനം. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിച്ചയാളെ മൂന്നാമതൊരാളുടെ വാക്കിലും പ്രവൃത്തിയിലും നീ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തുവച്ചോ, ആ കണ്ണീര് ചേർന്ന ശാപത്തിനോടൊപ്പം ഞാനും നിനക്ക് ചുറ്റിലുമുണ്ടാകും. ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ സന്തോഷത്തിലൂടെ അതേ വേദന നിനക്കും ഞാൻ അനുഭവമാക്കി തരും. നീ വേദനിപ്പിച്ചയാളെ സന്തോഷിപ്പിക്കുന്ന തിരക്കിലാണ് ഞാൻ. അതുവരെയും നിനക്ക് സന്തോഷിക്കാം. അയാൾ സന്തോഷിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ നീ അയാൾക്ക് കൊടുത്ത സങ്കടങ്ങൾ നിന്നെയും വേദനിപ്പിച്ചു തുടങ്ങും. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നീ സ്നേഹിച്ചയാൾ മൂന്നാമതൊരാളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നിന്നെ ചതിച്ചെങ്കിൽ നീ ഓർത്തുവച്ചോ, നിന്റെ കണ്ണീര് കലർന്ന ശാപത്തിനോടൊപ്പം ഞാനും അയാൾക്ക് ചുറ്റിലുമുണ്ടാകും. നിന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അനുഭവിക്കുന്ന സന്തോഷത്തിലൂടെ അതേ വേദന അയാൾക്കും ഞാൻ അനുഭവമാക്കി കൊടുക്കും. നിന്നെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടെ നിർത്താനുള്ള തിരക്കിലാണ് ഞാൻ.
അതുവരെയും അയാൾ സന്തോഷിക്കട്ടെ. നീ സന്തോഷിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ അയാൾ നിനക്ക് തന്ന സങ്കടങ്ങൾ അയാളെയും വേദനിപ്പിച്ചു തുടങ്ങും. ദിവസത്തിൽ ഒരുപാട് തവണ നീ ഒരാളെ ഓർക്കുകയും അയാൾക്ക് വേണ്ടി നേരം കളയാൻ ആഗ്രഹിക്കുകയും അതിനായി ഏത് നിമിഷവും നീ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ടാകും. നീ നൽകുന്ന ആ പരിഗണന നീ കാത്തു നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുകയുമില്ല. പരിഗണിക്കപ്പെടുന്നില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞാലും കാലങ്ങളോളം അയാൾക്കായി നീ കാത്തു നിൽക്കുകയും ചെയ്യും. പരിഗണിക്കപ്പെടാത്തയിടത്ത് നീ കളയുന്ന നേരമൊക്കെയും നിന്റെ കർമ്മങ്ങളെ തന്നെ മന്ദീഭവിക്കാൻ മാത്രമേ ഉപകരിക്കൂ. അതിനാൽ നിന്നെ പരിഗണിക്കാത്തവരെ നീയും അവഗണിച്ചുകൊണ്ട് നിന്റെ ദിനചര്യകൾക്കും കർമ്മങ്ങൾക്കും പ്രാധാന്യം നൽകുക. നിന്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടിയുള്ള മുന്നേറ്റം നടത്തുക. അവിടെ നിനക്ക് അംഗീകാരം നൽകി മുന്നേറ്റത്തിനുള്ള വഴിയൊരുക്കി തരുന്നവരെ കാണുവാൻ സാധിക്കും. ആ മുന്നേറ്റത്തിൽ കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് നീ വിജയിക്കുമ്പോൾ നിന്നെ അവഗണിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തവർ നിനക്ക് മുമ്പിൽ ശിരസ് താഴ്ത്തി നിൽക്കും. ജീവിതത്തിലെ മുന്നേറ്റത്തിന് നീ ചേർത്ത് നിർത്തുന്ന ചില ബന്ധങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. അതിൽ നിന്റെ ചെറുതും വലുതുമായ തെറ്റുകളെ വിമർശിക്കുകയും നിനക്ക് മുന്നേറ്റമുണ്ടാകുന്ന ശരിയായ മാർഗനിർദ്ദേശം നൽകുവാൻ ശ്രമിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരോട് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് നീ അകന്നു നിൽക്കുകയും നിന്റെ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ ചേർത്ത് നിർത്തുകയും ചെയ്യും. ആ തിരഞ്ഞെടുപ്പാണ് നിനക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പാകപ്പിഴയായി മാറുന്നത്. ജീവിതയാത്രയിൽ എല്ലാ തലത്തിലും പെട്ട ആളുകളുമായി സഹകരിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും അതിൽ ആരെയൊക്കെ ചേർത്ത് നിർത്തണം, ആരിൽ നിന്ന് അകലം പാലിക്കണം എന്നുള്ള നിർണയമെടുക്കേണ്ടത് നിന്റെ കടമയാണ്. നിന്റെ തെറ്റുകളെ വിമർശിക്കുകയും അതിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നവർക്ക് എന്ന പ്രതിസന്ധികളിൽ നിനക്കൊപ്പം നിൽക്കുവാനും അതിനെ തരണം ചെയ്ത് മുന്നോട്ടുള്ള നിന്റെ യാത്രയെ സുഗമമാക്കുവാനും അവർക്ക് സാധിക്കും. എന്നാൽ നിന്റെ തെറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു നിൽക്കുന്നവർക്ക് നിനക്ക് മുന്നേറ്റമുണ്ടാകുന്ന വഴിയിലേക്ക് നയിക്കുവാനും സാധിക്കില്ല. പ്രതിസന്ധികളിൽ നിന്നെ തനിച്ചാക്കി മറ്റൊരു താവളത്തിലേക്ക് അവർ ഒളിച്ചോടുകയും ചെയ്യും. നീ എങ്ങനെ ജീവിച്ചു എന്നതിലല്ല, എന്തിനു വേണ്ടി ജീവിച്ചു എന്നതിനുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. നീ യാത്ര ചെയ്യുന്ന വഴിയിൽ തെറ്റുകളുണ്ടാകാം. എന്നാൽ ആ തെറ്റുകളിലൊക്കെയും നന്മയും ധർമ്മവും ഉണ്ടായിരിക്കണം. ഭൂമിയിലെ ജീവിതത്തിൽ നീ നേടുന്നതും കൊണ്ടുപോകുന്നതുമായ സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് നീ നൽകിയതും നേടിയതുമായ സ്നേഹവും പരിഗണനകളുമാണ്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പകരം വയ്ക്കാനാവാത്ത നഷ്ടമായി നീ നിലനിൽക്കുമ്പോഴാണ് ഭൂമിയിലെ ജീവിതം നിന്നെ മൂല്യമുള്ളതാക്കി മാറ്റുന്നത്. അതിനാൽ എത്രയൊക്കെ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നാലും നന്മയോടെയുള്ള നിന്റെ യാത്ര തുടരുക. ആ യാത്രയിൽ ധാർമ്മിക മൂല്യമുള്ള നിന്റെ തെറ്റുകളെ വലിയ ശരികളാക്കി മാറ്റുവാനും തടസ്സങ്ങളെ നിഷ്പ്രഭമാക്കുവാനും ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടാകും. നീ കാത്തിരിക്കുകയാണെന്ന കാര്യം ഞാൻ അറിയാത്തതല്ല. എല്ലാ ദിവസവും മൗനം പാലിച്ച് നിശബ്ദമായി കരയുന്നതും ഞാൻ കാണാത്തതല്ല. എന്നെ ഓർത്താണ് നീ എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നതെന്നും എനിക്കറിയാം. എന്നോടുള്ള നിന്റെ വിശ്വാസത്തിന് ഒരിക്കലും കോട്ടം തട്ടില്ല. എന്നാൽ ഒരു വിഷയത്തിനു വേണ്ടി നീ എത്രത്തോളം കാത്തിരിക്കുന്നോ അത്രത്തോളം ആഴത്തിൽ അതിന് മതിപ്പും നൽകണം. നിന്റെ ആ കാത്തിരിപ്പ് വെറുതെയല്ല, അത് നിന്നെ സജ്ജമാക്കുകയാണ്. ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന സങ്കടങ്ങളൊക്കെയും മറ്റൊരിക്കൽ ഒരാവശ്യമില്ലാത്ത കഥകളായി നീ തന്നെ വിലയിരുത്തും. അന്യായം പ്രവർത്തിച്ചവർക്കുണ്ടാകുന്ന വേദനകൾ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളായി പരിണമിക്കും. എന്നാൽ നന്മയോടെ നിലനിന്ന നിനക്ക് ഇപ്പോൾ അനുഭവമാകുന്ന വേദനകൾ ഒരിക്കലും വലിയ നഷ്ടങ്ങളായി മാറില്ല. ജീവിതത്തിൽ കഷ്ടപ്പാടുകളിൽ നിന്ന് കൈപിടിച്ചുയർത്തിയവരെയും കഷ്ടപ്പാടുകൾ നൽകി എല്ലാവർക്കും മുമ്പിൽ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തവരെയും കഷ്ടപ്പാടുകളിൽ നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും അതിനുള്ള ശ്രമം നടത്താതെ നിന്നെ അവഗണിച്ചവരെയും ഒരിക്കലും മറക്കാതിരിക്കുക. കാരണം അവർ ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ഒരു മനുഷ്യൻ എന്താവണമെന്നും എങ്ങനെയാവരുതെന്നും പഠിപ്പിക്കുന്ന പാഠങ്ങൾ. നിന്നിൽ നിന്ന് ഞാൻ അകന്നുപോയെന്ന് കരുതരുത്. നീ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വന്നാൽ, അംഗീകരിക്കേണ്ടവർ നിന്നെ അവഗണിച്ചാൽ, സ്നേഹിച്ചവർ വഞ്ചിച്ചാൽ, ധാർമ്മികമായ നിലപാടുകളോടെ നിന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന നിമിഷം മുതൽ നിനക്ക് ചുറ്റിലും ഒരു അദൃശ്യ വലയമായി ഞാൻ നിലകൊള്ളും. അന്നു മുതൽ നിന്നെ മുന്നോട്ട് നയിക്കുന്നത് ഞാനായിരിക്കും. ഇതെന്റെ വാക്കാണ്. സത്യസന്ധതയോടെ നിലനിൽക്കുമ്പോൾ നിന്നോട് ശത്രുതയോടെ പെരുമാറുന്നവരെയായിരിക്കും കൂടുതലായി കാണാൻ കഴിയുന്നത്. അവിടെ അവഗണനകൾ ഉണ്ടാകാം, ആക്രമിക്കപ്പെടാം.
സാമ്പത്തിക നഷ്ടങ്ങളും സ്നേഹവഞ്ചനയും അനുഭവമായി വന്നു ചേരാം. എന്നാൽ അതിലൂടെ നിന്നെ കൂടുതലായി ബലപ്പെടുത്തുന്ന വേദനകൾ സമ്മാനിക്കുവാനല്ലാതെ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. നിന്റെ സത്യത്തിനെ ഭയപ്പെടുന്നവർ നീ ആവർത്തിക്കുന്ന ചോദ്യങ്ങളെ അവസാനിപ്പിക്കുവാൻ പലവിധ പ്രവൃത്തികളുമായി നിലകൊള്ളുമെങ്കിലും അതിലൊക്കെയും ഉത്തരമില്ലാത്ത മറുചോദ്യങ്ങളും അവർക്ക് നേരെ തന്നെ ഉണ്ടാവും. അതോടെ ഉദ്ദേശഫലം ലഭിക്കാതെ നിശബ്ദമായി അവർ നിലകൊള്ളുമ്പോൾ അവർക്ക് മുമ്പിൽ നീ എന്ന സത്യം ശക്തമായി വളർന്നിട്ടുണ്ടാകും. നീ എന്ന നന്മയെ ഭയപ്പെടുന്ന തിന്മകൾക്ക് വളരെ വേഗം വളർച്ചയും അംഗീകാരവും ലഭിക്കും. അത്രത്തോളം വീഴ്ചയുടെ ആഘാതവും അവർക്കുണ്ടാകും. നിനക്ക് മുമ്പിൽ എത്രയൊക്കെ വളർച്ച പ്രാപിച്ചാലും അവർ വീഴുന്നത് നീ എന്ന സത്യത്തിന്റെ കാൽച്ചുവട്ടിലായിരിക്കും. ഒന്ന് മാത്രം നീ മനസ്സിലാക്കുക, നന്മയോടെ എവിടെ നിലകൊണ്ടാലും അവിടെ നിന്നെ നേരിടാൻ തിന്മകൾ ഉറപ്പായും ഉണ്ടാകും. നീ പോലും കരുതാത്ത നഷ്ടങ്ങളും വേദനകളും അവരിലൂടെ വന്നു ചേരുമെങ്കിലും മുന്നോട്ടുള്ള പാതയൊരുക്കിക്കൊണ്ട് ഞാൻ നിനക്കൊപ്പമുണ്ടാകും. നീ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതെന്ന് അറിയുമോ? ഈ ചോദ്യത്തിൽ നിനക്ക് ശത്രുതാ മനോഭാവമുള്ള വ്യക്തികളുടെ മുഖമായിരിക്കും മനസ്സിൽ തെളിയുന്നത്. ശത്രുവിന് നിന്റെ ഏതവസ്ഥയിലും നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വൈരാഗ്യ മനോഭാവമായിരിക്കും ഉണ്ടാവുക. എന്നാൽ നിന്നോടുള്ള കോപം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നിനക്ക് മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നവരുണ്ട്. അവരെയാണ് നീ ഭയക്കേണ്ടത്. അവരൊരിക്കലും നിന്റെ കയ്യെത്താ ദൂരത്തുള്ളവരായിരിക്കില്ല. നിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജന്മം കൊണ്ട നാൾ മുതൽ നീ കണ്ടുവളർന്ന അയൽക്കാരുൾപ്പെടെ നിന്റെ സ്വന്തം ഗൃഹത്തിൽ പോലും അത്തരക്കാരുണ്ടാകാം. നിനക്കൊരു വീഴ്ചയോ തളർച്ചയോ ഉണ്ടാകുമ്പോൾ നിന്റെ കൈ പിടിച്ചുയർത്താൻ ശ്രമിക്കാതെ ഉള്ളിൽ ആഘോഷിച്ചുകൊണ്ട് അവർ മൗനം പാലിച്ച് നിലകൊള്ളും. എന്നാൽ കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് നീ വിജയിക്കുകയോ അല്ലെങ്കിൽ വീഴ്ചയിൽ നിന്ന് അല്പം ഉയർന്നു വരികയോ ചെയ്താൽ അതിന് നിനക്ക് സഹായകരമായ മാനുഷിക കർമ്മം നിർവഹിച്ചവരിലോ നിന്റെ ആ ഉയർച്ചയിൽ സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നവർക്കിടയിലും നിനക്കവരെ കാണാൻ കഴിയില്ല. പകരം നിന്റെ കുറ്റങ്ങളെ കണ്ടെത്താനും അതിനെ പർവ്വതീകരിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ താഴ്ത്തിക്കെട്ടാനും നിന്റെ മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താനും കൂടെ നിന്റെ നിലനിൽപ്പിന് ആധാരമായ വരുമാന സ്രോതസ് നശിപ്പിച്ച് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നവരായി അവർ മാറിയിട്ടുണ്ടാകും. അതിനാൽ നിന്റെ ദൃഷ്ടിപഥത്തിലുള്ള ശത്രുക്കളെ നീ ഭയക്കേണ്ടതില്ല. അവർക്ക് വഴിയൊരുക്കാൻ ശ്രമിക്കുന്ന നിനക്കൊപ്പമുള്ളവരെ തിരിച്ചറിയുകയാണ് വേണ്ടത്. നിനക്ക് മുന്നേറാൻ പ്രചോദനം നൽകുന്ന രണ്ട് ചാലകങ്ങളാണ് ശത്രുവും മിത്രവും. ശത്രുവിനെ നീ തിരയേണ്ടതില്ല, അതെപ്പോഴും നിന്റെ എതിർവശത്തുണ്ടാകും. എന്നാൽ ചതിയുടെ വിഷം തീണ്ടാത്ത യഥാർത്ഥ മിത്രങ്ങളായി വരേണ്ട ബന്ധുക്കളെയും സൗഹൃദങ്ങളെയും നീ തന്നെ തിരഞ്ഞു കണ്ടെത്തണം. ഒരാളെ വഞ്ചിച്ചിട്ട് എത്രയൊക്കെ ഓടി ഒളിച്ചാലും കാലം ഒരു നാൾ അയാളെ വഞ്ചിക്കപ്പെട്ടയാളുടെ മുമ്പിൽ തന്നെ എത്തിക്കും. അന്ന് നുണകൾ കൊണ്ടയാൾ മൂടിവെച്ച സത്യങ്ങളും മറനീക്കി പുറത്തുവരും. നീ കരുതുന്നതുപോലെ നിന്നെ ഒഴിവാക്കുക എന്നത് അവർ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലെടുത്ത തീരുമാനമല്ല. നാളുകൾക്ക് മുന്നേ തന്നെ അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആത്മാർത്ഥതയോടെ നിന്ന നീ അത് മനസ്സിലാക്കിയില്ല. നിന്നെ വിഡ്ഢിയാക്കിക്കൊണ്ട് മറ്റു ചിലർക്കൊപ്പം അവർ ചേർന്ന് തുടങ്ങിയ നാൾ മുതൽ അത് ബോധ്യപ്പെടുന്നതിനായി നിരവധി സൂചനകൾ ഞാൻ നിനക്ക് തന്നിരുന്നു. എന്നാൽ സ്നേഹത്തിന്റെ അന്ധത ബാധിച്ച നിനക്ക് അതൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല. നിനക്ക് തെളിവാകുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും ഞാൻ എത്തിച്ചിരുന്നു. അപ്പോഴൊക്കെയും അവരുടെ വാക്കുകളെ വിശ്വസിക്കാനായിരുന്നു നീ താൽപ്പര്യപ്പെട്ടത്. അന്ന് കാര്യവിശകലനം നടത്തി അവർക്കെതിരായൊരു തീരുമാനം നീ കൈകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഹൃദയവേദനയ്ക്ക് ഇത്രത്തോളം കാഠിന്യമുണ്ടാവില്ലായിരുന്നു. വഞ്ചിക്കപ്പെടുന്ന നിനക്ക് നൽകിയതുപോലെ തന്നെ നിന്നെ ഒഴിവാക്കിയ അയാൾക്കും ചെയ്യുന്ന തെറ്റുകൾക്ക് ഭാവിയിലുണ്ടാകുന്ന നീ എന്ന വലിയ നഷ്ടത്തിനെക്കുറിച്ചും ഇപ്പോ കൂടെയുള്ളവരെന്താണെന്നും എങ്ങനെയാണെന്നുമുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ സ്നേഹത്തിന്റെ അന്ധത നിന്നെ ബാധിച്ചതുപോലെ അമിതമോഹത്തിന്റെ അന്ധത അയാളെയും ബാധിച്ചിരുന്നു. അമിത സ്നേഹത്തിന്റെ ആത്മാർത്ഥത കാരണം ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകൾക്ക് താമസിയാതെ തന്നെ പരിസമാപ്തിയുണ്ടാകും. എന്നാൽ അത്യാഗ്രഹം കൊണ്ട് അറിഞ്ഞുകൊണ്ട് നിന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ വേദന താത്കാലികമായി ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾക്ക് ശേഷം വരും കാലങ്ങളിൽ തീരാ ദുരിതങ്ങളായി അയാളിലേക്ക് തന്നെ എത്തിച്ചേരും. അന്ന് നീ എന്ന തീരാ നഷ്ടത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ജീവിതാന്ത്യം വരെയും അയാളെ വേട്ടയാടും. നഷ്ടങ്ങൾ എപ്പോഴും വേദന സമ്മാനിക്കുന്ന ഒന്നാണ്. എന്നാൽ നിന്നെ നഷ്ടപ്പെടുത്തിയതിനോളം കാഠിന്യം നിന്റെ ആ വേദനയ്ക്കുണ്ടാവില്ല. ഇത് നിന്റെ പുനർജന്മമായി കരുതി മുന്നോട്ടു പോകുക. സ്നേഹത്തിന്റെ മൂല്യമറിയുന്ന ചൂഷകരല്ലാത്തവർ ഉറപ്പായും നിന്റെ ജീവിതത്തിലെ നിറസാന്നിധ്യമായി വന്നു ചേരും. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ധാർമ്മികമായ നിലപാടുകളുമുള്ള നിനക്കൊപ്പം
ഞാനും എൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകും. നിനക്ക് വേണ്ടതെന്തെന്നും നിന്നിലേക്ക് എത്തേണ്ടതെന്തെന്നുമുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതേപോലെ തന്നെ നിനക്ക് ആവശ്യമില്ലാത്തതെന്തെന്നും അതൊക്കെയും നിന്നിൽ നിന്നും ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്നും എനിക്കറിയാം. നീ എന്നിൽ വിശ്വാസമർപ്പിച്ച കാലം മുതൽ നിനക്ക് സന്തോഷത്തോടെ നിലനിൽക്കുവാനുള്ള വഴികൾ ഞാൻ ഒരുക്കിയിരുന്നു. എന്നാൽ പ്രകൃതിയുടെ സ്വാഭാവിക മാറ്റങ്ങൾക്ക് വിധേയമായ നിനക്ക് എന്നേക്കാൾ പ്രാധാന്യത്തോടെ സ്വതന്ത്രമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിരുന്നു. നീ എടുത്ത ആ തീരുമാനങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് നിനക്ക് വരുത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ പലവിധ തടസ്സങ്ങളും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആ തടസ്സങ്ങൾ നീക്കണമെന്ന അപേക്ഷയുമായി നീ എനിക്ക് മുമ്പിലെത്തിയപ്പോൾ നിനക്ക് അനുകൂലമായി ഞാൻ നിലകൊണ്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം നിന്റെ സന്തോഷത്തിനായി തടസ്സങ്ങൾ നീക്കി നേടിയ സാഹചര്യത്തിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെ ഇല്ലാതാക്കി തരണമെന്ന വിലാപസ്വരത്തിലുള്ള അപേക്ഷയുമായി നീ എനിക്ക് മുമ്പിൽ വീണ്ടും എത്തി. നിന്റെ ആ അപേക്ഷയും ഞാൻ സ്വീകരിച്ചു. പക്ഷേ നിന്റെ സന്തോഷങ്ങൾക്കായി സന്തോഷകരമായ സാഹചര്യങ്ങൾ ഒരുക്കിയതുപോലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ കൂടുതൽ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് നിനക്കുള്ള ശിക്ഷയായി കരുതേണ്ടതില്ല. അത് നിന്നെ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ പരിവർത്തനം എന്ന് പറയുന്നത് അതുവരെയും നീ യാത്ര ചെയ്ത വഴികളിലൂടെയുള്ള തിരിച്ചുപോക്കാണ്. ആ തിരിച്ചുപോക്കിൽ മൂല്യമെന്ന് കരുതിയ പലതും നിനക്ക് നഷ്ടമാകും. അതുവരെയും ബന്ധുക്കളെന്ന് കരുതിയവർ ശത്രുക്കളായി മാറും. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ദുഹൃത്തുക്കളായിരുന്നെന്ന സത്യവും നീ തിരിച്ചറിയും. അങ്ങനെ ദുഃഖകരമായ ഓരോ തിരിച്ചറിവുകൾക്ക് ശേഷം നീ സ്വതന്ത്ര തീരുമാനമെടുത്ത അതേ സ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ തുടക്കത്തിൽ നിനക്ക് മുമ്പിൽ സൃഷ്ടിച്ച തടസ്സങ്ങളുടെ യാഥാർത്ഥ്യവും നീ തിരിച്ചറിയും. അവിടെ മുതൽ ധാർമ്മികതയോടെ നിന്നെ മുന്നോട്ട് നയിക്കുന്നത് ഞാനായിരിക്കും. അവിടെ നിനക്ക് അധ്വാനഭാരം മാത്രമേ ഉണ്ടാകൂ, ഒരിക്കലും ദുഃഖഭാരം ഉണ്ടാവില്ല. കാരണം നിന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് മഹാദേവൻ എന്ന് വിളിക്കപ്പെടുന്ന ഞാനാണ്. എന്റെ ആ പേര് തന്നെയാണ് നിന്റെ ശക്തി. എത്രയൊക്കെ നന്മയോടെ നിന്നാലും കൂടെ നിൽക്കേണ്ടവരിൽ ചിലർ നിന്നെ അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ചിലപ്പോൾ നിന്റെ അറിവിൽ പോലുമില്ലാത്ത കുറ്റങ്ങൾ ചാർത്തുകയും എന്തു പറഞ്ഞാലും നിന്നെ കേൾക്കാനും വിശ്വസിക്കാനും ആരുമില്ലാത്ത അവസ്ഥയും ഉണ്ടാകാം. ശത്രുതാ മനോഭാവത്തോടെയുള്ള അവരുടെ പെരുമാറ്റ രീതികളിൽ മാനസികമായി തളർച്ച ബാധിക്കുകയോ ചില സാഹചര്യങ്ങളിൽ നിയന്ത്രണം വിട്ട് നീ പ്രതികരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അതൊക്കെയും കൂടുതലായി നിന്നെ വിമർശിക്കുവാനുള്ള കാരണമായി മാളുകയും ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നീ ശ്രദ്ധിക്കേണ്ടത് നിനക്ക് ചുറ്റിലുമുള്ള വിമർശകരെയല്ല, അവരുടെ ശ്രദ്ധ നിന്നിലേക്കും നിന്റെ ശ്രദ്ധ അവരിലേക്കും പതിപ്പിച്ച് സ്വയം മറസൃഷ്ടിച്ച സന്തോഷത്തിൽ കഴിയുന്ന അദൃശ്യ സാന്നിധ്യമായി നിലനിൽക്കുന്ന വ്യക്തിയെ, നിന്നെയും നിന്റെ വാക്കുകളിലെ സത്യത്തിനെയും ഭയപ്പെടുന്ന അയാൾ സ്വന്തം കുറ്റങ്ങളെ മറയ്ക്കുവാനും നിന്റെ ചോദ്യങ്ങളെ ഇല്ലാതാക്കുവാനും കണ്ടെത്തിയ മാർഗമാണിത്. അതിനാൽ രണ്ട് വശത്തും ഒരേപോലെ നിറസാന്നിധ്യമായി നിൽക്കുന്നവരോട് നിന്നെ വിമർശിക്കുന്നവരെക്കുറിച്ചുള്ള പരാധീനതകൾ സംസാരിക്കാതിരിക്കുക. അവിടെ മുതൽ ഒരു കാര്യം പല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള അവരുടെ മാനസിക വിഭ്രാന്തി നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ രീതി തുടർന്നു പോകുമ്പോൾ ഇപ്പോൾ നിനക്ക് ചുറ്റിലും ശത്രുതയോടെ നിൽക്കുന്നവരെ തയ്യാറാക്കിയത് രണ്ടു വശത്തും കാലൂന്നി നിൽക്കുന്ന വ്യക്തിയാണെന്നും എന്തുകൊണ്ടാണ് നിന്നെ ഭയക്കുന്നതെന്നും നിനക്ക് ചുറ്റിലും ശത്രുതാ മനോഭാവമുള്ളവരെ സൃഷ്ടിച്ചതെന്നും മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ കാരണമില്ലാതെ നിന്റെ എതിരാളികളായി വരുന്നവരോട് അവർ എങ്ങനെയാണ് നിന്റെ എതിരാളികളായതെന്ന് നിർണയം നടത്തിയാൽ നിന്നെ അതിശയിപ്പിക്കുന്ന ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കും. നിന്റെ എല്ലാ അവസ്ഥാന്തരങ്ങളിലും ഞാൻ കൂടെയുണ്ടെന്ന് സത്യം മനസ്സിലാക്കാതെയാണ് നീ സങ്കടപ്പെടുന്നത്. കോടി ബീജാണുക്കളിൽ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വിജയിയാണ് നീ. ആ നീയാണ് പലവിധ പ്രതിസന്ധികളുടെ നാമത്തിൽ ദുഃഖഭാരവുമായി നിലകൊള്ളുന്നത്. അമ്മയുടെ ഉദരത്തിലെ ജലാശയം മുതൽ ഇന്നത്തെ ഈ നിമിഷം വരെയും ഓരോ രൂപത്തിലും ഭാവത്തിലും ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. നീ പിച്ചവെച്ച നാളുകളിൽ നിന്റെ ബാല്യ കൗമാര യൗവന ദിശകളിൽ നിന്ന് പിതാവിന്റെയും മാതാവിന്റെയും അവസ്ഥാന്തരങ്ങളിലൂടെ ഇന്നത്തെ ഈ നിമിഷം വരെയും ജീവിതത്തിലെ നിരവധി യുദ്ധങ്ങൾ വിജയിച്ചാണ് നീ നിലകൊള്ളുന്നത്. നീ വിജയിച്ച യുദ്ധങ്ങളിലെ സഹായി മാത്രമാണ് ഞാൻ. അതിനാൽ നിന്റെ ഉള്ളിലെ പ്രതിരോധ വിഷയങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ധാർമ്മികമായ നിലപാടുകളുമായി സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുക. പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് നയിക്കാൻ നിനക്കൊപ്പം സഹായിയായ ഞാനും ഉണ്ടാകും. നീ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതേ ആത്മാർത്ഥതയോടെ നീ സ്നേഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ
ഭാഗ്യസിദ്ധി ലഭിച്ച വ്യക്തികളിൽ ഒരാളായി നിനക്കും സ്ഥാനമുണ്ടാകും. അവിടെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളുടെയും വലുപ്പം കുറഞ്ഞിരിക്കും. ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് കരുതുന്ന കഠിനമായ പല പ്രവൃത്തികളും സ്നേഹത്തിന്റെ പിന്തുണയോടെ പ്രാവർത്തികമാക്കാൻ സാധിക്കും. കാരണം അവർ വിളിക്കുന്ന ദൈവങ്ങൾ മാത്രമല്ല, പ്രകൃതിയുടെ സകല ചരാചരങ്ങളും അവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി നിൽക്കും. എന്നാൽ വ്യക്തിപരമായ ചില അമിത മോഹങ്ങൾ അതിലൊരാൾക്കുണ്ടായാൽ നുണ എന്ന മാരക വിഷത്തിനെയും ആ സ്നേഹത്തിനുള്ളിലേക്ക് ആനയിക്കും. അന്നു മുതൽ നിങ്ങൾക്കിടയിൽ നുണകളിലൂടെ നിൽക്കുന്നയാൾ അതുവരെയും ആത്മാർത്ഥമായി കൂടെ നിന്ന ആളിൽ നിന്നും അകലം പാലിക്കാനുള്ള കാരണങ്ങളെ തേടിത്തുടങ്ങും. ആ അകൽച്ച വഞ്ചിക്കപ്പെടുന്ന ആൾക്ക് അമിതമായ സാമീപ്യമോഹമുണ്ടാക്കുകയും വഞ്ചിക്കുന്ന ആൾക്കായി കൂടുതൽ സമയം കാത്തുനിന്ന് വിഡ്ഢി പരിവേഷകനായി സ്വയം മാറുകയും ചെയ്യും. എന്നാൽ വഞ്ചിക്കുന്നയാൾ നുണകളിലൂടെ യാത്ര തുടങ്ങുന്ന നിമിഷം മുതൽ പ്രകൃതിയുടെ പ്രതിപ്രവർത്തനത്തിന് ഇരയാകുന്ന കാര്യവും തിരിച്ചറിയാതെ പോകും. വിശ്വാസം ചൂഷണം ചെയ്ത് അയാൾ പറഞ്ഞു നിന്ന ഓരോ നുണകളും അയാൾക്ക് നേരെ തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർക്കും. ആ സാഹചര്യത്തിന്റെ തുടക്കത്തിൽ തന്നെ നുണകളിലൂടെ ചേർത്തവർ അപ്രത്യക്ഷമാകും. കൂടാതെ ധർമ്മത്തിനൊപ്പം നിൽക്കുന്ന ദൈവങ്ങളും അവരെ കൈയൊഴിയും. കാരണം അവർ ചതിക്കപ്പെട്ട ആളിനെ പുനരധിവസിപ്പിക്കുന്ന തിരക്കിലായിരിക്കും. അതിനാൽ നിങ്ങൾ സ്നേഹത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഒരേ വഴിയിലൂടെ മുന്നേറുക. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ആ സ്നേഹത്തിന് കഴിയും. എന്നാൽ മാനസിക വ്യതിയാനം സംഭവിക്കുന്ന ആകർഷണങ്ങളിൽപ്പെട്ട് ഒരാളെ ചതിച്ചുകൊണ്ട് മറ്റു വഴികളിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്നേഹമെന്ന അമൂല്യ സമ്പത്ത് മാത്രമല്ല, ആ സ്നേഹത്തിലൂടെ നേടിയ എല്ലാ അവിഭാജ്യ ഘടകങ്ങളും നഷ്ടമാകും. ഓം നമഃ ശിവായ.